നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ നാഥനായ കർത്താവേ, നീ അടിയാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവൻ്റെ വചനം. ധ്യാനിക്കുന്ന വ്യക്തിക്കത് കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. തിരുവചന ധ്യാനത്തിലൂടെ അടിയങ്ങൾ ഇന്നും നിൻ്റെ ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ വെളിച്ചത്തിൽ ചരിപ്പാൻ തിരുവചന ധ്യാനം മുഖാന്തരമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സാറായുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിൻ്റെ യജമാനത്തിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെ അവളോട്, ഞാൻ നിൻ്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് അവൻ ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളി ചെയ്തു. എന്നാൽ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നുവെന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ഹൈ റോയി എന്ന് പേരായി. 21-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രൈം ദേശത്തുനിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. 115ാമത് മാരാമൺ കൺവെൻഷൻ. ഇന്ന് അഭിവന്യ തിയഡോഷ്യസ് തിരുമേനിയുടെ ജന്മദിനം. അത് നമുക്ക് സന്തോഷം. കൽക്കട്ടയിലെ ക്രിക്കറ്റിൽ ടെസ്റ്റിൽ നമുക്ക് വിജയം, അതും സന്തോഷം. എന്നാൽ ഇന്നലത്തെ ബിഷപ്പിൻ്റെ പ്രസംഗത്തിൻ്റെ ഊന്നൽ, ഈ ലോകത്തെ നോക്കി ദൈവം പല രംഗങ്ങൾ ദുഃഖിക്കുന്നു. ദൈവം ദുഃഖിക്കുന്നിടത്ത് യോന സന്തോഷിക്കുന്നു. ദൈവം സന്തോഷിക്കുന്നിടത്ത് യോന ദുഃഖിക്കുന്നു. ഈ വൈപരീത്യം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പൂനെയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഭീകര പ്രവർത്തനമുണ്ട്. അതിനെ കുറ്റക്കാരായി നാം കാണുന്നത് ഒരു പക്ഷേ ബാരക് ഒബാമ, ബിൻ ലാഡൻ, ഇങ്ങനെയാണ്. All grave dangers menacing mankind come neither from Barack Obama nor from Bin Laden. All grave dangers menacing mankind come from man himself. If the passions of violence and hatred prove stronger than that of love and justice, there will be danger for the future. ഒരു പ്രവാചകനാകേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ നിഗ്രഹിക്കുവാനുള്ള ഹിംസയുടെ ശക്തികൾ പെരുകുകയാണെങ്കിൽ, പകയുടെ ശക്തികൾ പെരുകുമെങ്കിൽ നിശ്ചയമായിട്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നമുക്കാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് നാം മാറി നിൽക്കുന്ന ഒരു പരീക്ഷ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതിൽ നമ്മൾ ഈ പന്തലിന് കീഴിൽ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്. ജോസഫ് പുത്തമ്പറയ്ക്കൽ അച്ഛനൊരു കഥയുണ്ട്. ഞായറാഴ്ച ദിവസം അച്ഛൻ പ്രസംഗിക്കുന്നു. ആളുകൾ കുറച്ച് സമയം ശ്രദ്ധിച്ചു. പിന്നീട് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അച്ഛന് ദുഃഖമായി. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരായ്ക്കുള്ളിൽ നിങ്ങളെല്ലാവരും മരിക്കും. മുൻപിൽ 80 കഴിഞ്ഞ കുറേ പേരുണ്ട്. അവരിച്ചിരി ചിരിച്ചതേ ഉള്ളൂ. ഏതായാലും കാല് കുഴിയിലോട്ട് വെച്ചിരിക്കുക. ഇനി അച്ഛനെന്തോ പേടിപ്പിക്കാനാണ്. ബാക്കിയുള്ളവർ കുനിഞ്ഞിരുന്നു ദുഃഖിക്കുകയാണ്. ഏതായാലും അച്ഛൻ നോക്കിയപ്പോൾ ഒരു യൗവനക്കാരൻ പുറകിൽ ബട്ടൺസ് ഒന്നുകൂടെ അഴിച്ച് ഒന്നുകൂടെ ധീരോചിത്തനായിട്ടിരിക്കുന്നതായിട്ട് തോന്നി. അച്ഛൻ വീണ്ടും പറഞ്ഞു, സത്യമായിട്ട് പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരായ്ക്ക് മുമ്പ് നിങ്ങളെല്ലാവരും മരിക്കും. അവരെ യാതൊരു കുലുക്കവും. ഏതായാലും കുർബാന കഴിഞ്ഞ് തിരുവസ്ത്രം മാറി ആളുകൾ കുനിഞ്ഞ് പോകുകയാണ്. ഇത്ര കഠിന വാക്കുകൾ അച്ഛൻ പറഞ്ഞല്ലോ. എന്നാൽ ഈ യൗവനക്കാരൻ്റെ വാതിൽ ചെന്ന് യൗവനക്കാരൻ്റെ തോളിത്തട്ടി ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നിനക്കൊന്നും ഏശിയില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അച്ഛ,
ഞാൻ ഇടവക്കാരനല്ല, ഞാൻ കുർബാന കാണാൻ മറ്റൊരു ദേശത്തുനിന്ന് വന്നതാണ്. ഈ ഇടവക്കാർ മരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞത്. നമുക്ക് ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറുന്നത് വലിയ സന്തോഷമാണ്. അതിലെത്രയോ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി നമ്മൾ പോകുമ്പോൾ ഇത് എന്നോട് തന്നെയാണ്, നിൽക്കുന്ന എന്നോടും ഇരിക്കുന്ന നിങ്ങളോടും. കഴിഞ്ഞ വർഷം ഡെയറിങ് ഫെയ്ത്ത് ഇൻ ഡിസ്മൽ ടൈംസ്, എന്താണത്? വിഷമസന്ധിയിൽ വിശ്വാസധീരത. ആരുടേതാണ്? ഏലിയാവിൻ്റെ വിശ്വാസധീരത തൻ്റെ ജീവിതത്തിൻ്റെ മിനിസ്ട്രിയുടെ വിഷമസന്ധിയിൽ പ്രകടിപ്പിച്ച ഏലിയാവിൽ. അത്തരത്തിലുള്ള തിളക്കമുള്ള ഒരു കഥാപാത്രമല്ല ഹാഗാർ. നമുക്കും തോന്നും പത്രോസിനെ പോലെ മോശയെയും ഏലിയാവിനെയും ഒക്കെ കിട്ടിയാൽ നമ്മൾ കൂടെ പാർപ്പിക്കുക, അത്ര ഉജ്ജ്വലമായ കഥാപാത്രങ്ങളാണ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നയാണ് ഇന്നത്തെ കഥാപാത്രം. ഈജിപ്തിൽ നിന്ന് വന്ന, മിസ്രൈമിൽ നിന്ന് വന്ന ഒരടിമ പെൺകുടിയാണ്. ആകർഷകമായ ആ വ്യക്തിത്വത്തിൽ ഒന്നുമില്ല. ഈ കഥ അവസാനിക്കുന്നതും അത്ര ആകർഷണീയമല്ല, എങ്കിലും ശുഭ പര്യവസായിയാണെന്ന് പറയാം. അത്തരത്തിൽ വ്യത്യാസമുള്ള കഥാപാത്രങ്ങളാണ്. എന്നാൽ ഈ രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ട് കഥാപാത്രങ്ങളെ ദൈവം തമ്പുരാൻ ഒരുപോലെ കരുതുന്ന ചിത്രമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഒരു പക്ഷേ അല്പം കൂടെ കൂടുതൽ ഈ അടിമ പെൺകുട്ടിയെ കരുതുന്ന ദൈവത്തെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. Here is the slave girl seeing God, meeting God each other. അവരുടെ കണ്ണുകൾ ഇടയുന്നു എന്ന് പറയാം. ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്തരത്തിലൊരു ദൈവിക ദർശനം ലഭിക്കുന്നത് ഈ അടിമ പെൺകുട്ടിക്ക് മാത്രമാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടിമ പെൺകുട്ടിയെ ദൈവം കണ്ടപ്പോൾ ദൈവം അടിമ പെൺകുട്ടിയെ മാത്രമല്ല കണ്ടത്, ഈ ലോകത്തിലെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന എല്ലാവരെയും കണ്ടുവെന്ന് പറയാം. തിരിച്ച് ഈ അടിമ പെൺകുട്ടി ദൈവത്തെ കണ്ടപ്പോൾ അവളെ തന്നെ കണ്ടെത്തുകയാണ്. When the slave girl met God, she had seen herself, and God had seen all those who are afflicted and bruised. നമുക്ക് ഇത്തരത്തിൽ ദൈവത്തെ കാണുന്നതിനാണ് സുവിശേഷ പ്രസംഗ സംഘവും മാർത്തോമാ സഭയും ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തെ കണ്ടേച്ച് പോകുമ്പോൾ ആരെ കണ്ടിട്ട് പോകുന്നുവെന്ന് നമുക്ക് നമ്മെ കാണാൻ സാധിക്കണം. C.V. ബാലകൃഷ്ണൻ്റെ ഒരു കഥയുണ്ട്, ദൈവം നടക്കുന്ന പാത. അതിലെ കഥാപാത്രം ദീർഘവർഷങ്ങൾ കഠിന തടവിലാണ്. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ച ആളുകൾ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനില്ലായിരുന്നു. ലോകത്തിൻ്റെ ചിത്രമാണ് അദ്ദേഹം. ഭാര്യയില്ല, കുടുംബാംഗങ്ങളില്ല, സ്നേഹിതരില്ല. അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വന്നപ്പോൾ ഒരു ശബ്ദം, നിൽക്കണേ. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഒരയഞ്ഞ നിക്കറിട്ട ദേഹമാസകലം പൊടി പുരണ്ട ഒരാൺകൊച്ചനാണ്, ചെറുക്കൻ, അധികം പ്രായമില്ലാത്തൊരു കൊച്ചൻ. അദ്ദേഹത്തിൻ്റെ നേരെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, വൈകിയത് എന്താണ് ഇത്ര വൈകിയത് വരാൻ? അയാൾ അന്ധാളിച്ചു പോയി. ആര് വൈകിയെന്ന? വൈകിയാലും വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അമ്മ മരിക്കുന്നതിന് മുമ്പ്. അമ്മയെ മറവ് ചെയ്ത നാൾ മുതൽ ഈ കുഴിമാടത്തിൻ്റെ അടുക്കൽ ഈ ഇടുങ്ങിയ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. ഏതായാലും വന്നല്ലോ. അപ്പോൾ ഈ കഥാപാത്രം, ഈ കഥാനായകന് കഠിന തടവിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ ആൾ ഈ കൊച്ചിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നീ ചിന്തിച്ചാണ് നീ സംസാരിക്കുന്ന തരത്തിൽ? അവൻ പെട്ടെന്ന് പറഞ്ഞു, ദൈവമല്ലാതെ ആരാ? ആ മെലിഞ്ഞ കരങ്ങൾ കൊണ്ട് ആ കൊച്ചൻ ഇയാളിനെ കെട്ടി വരിഞ്ഞു. അവൻ്റെ മുഖം ആളിനോട് ചേർത്ത് മുഖം അമർത്തി. ഇത്രയും നാൾ സഹിച്ചതൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ, എങ്കിലും വൈകിയാലും വന്നല്ലോ. അമ്മ പറഞ്ഞിരുന്നു, ഏത് തരത്തിൽ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം, ഈ വേഷത്തിലായാലെന്ത്, ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. അവൻ പെയ്യെ മുഖം ഉയർത്തി. അയാൾ ആ കണ്ണുകളിലേക്ക്, കൊച്ചൻ്റെ കണ്ണുകളിലേക്ക് നോക്കി.
ആ 2 കണ്ണുകളും സജലങ്ങളായി. ആ കണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം നോക്കി. കൊച്ചനെ കണ്ടെന്നല്ല CV ബാലകൃഷ്ണൻ പറഞ്ഞത്, തന്നെ കഠിന തടവിൽ നിന്ന് പുറത്തിറങ്ങിയ തന്നെ ആ കൊച്ചൻ്റെ ആഴമുള്ള കണ്ണുകളിലേക്ക് നോക്കി കാണുകയാണ്. Here is the slave girl, by seeing God she had seen herself, and God had seen all those who are afflicted and bruised. ദൈവം അടിമപ്പെണ്ണിനെ കണ്ടപ്പോൾ ആ ഒറ്റ കുട്ടിയെ മാത്രമല്ല, ലോകത്തെമ്പാടും വിഷമിക്കുന്ന, ദീർഘനിശ്വാസത്തോടെ ദുഃഖിതരായി വേദനപ്പെട്ട് കഴിയുന്ന ജനത്തെ കണ്ടു. ഏബ്രഹാമിൻ്റെ ഡിസെൻഡൻസ് മിസ്രൈമിൽ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അവർ കരഞ്ഞതേ ഉള്ളൂ. ദൈവം തമ്പുരാൻ ഇടപെടുന്നത് കാണാം. നമുക്ക് ധൃതിയുണ്ട് മുൻപോട്ട് പോകാൻ. ഈ ധ്യാനം ഈ അടിമ പെൺകുട്ടിയെ പരിചയപ്പെടുത്തട്ടെ. ഒന്ന്, she is a triply oppressed person. ഒന്ന്, നാഷണാലിറ്റി, റേസ്. 2, പ്രൊഫഷൻ. 3, ജെൻഡർ. ഒരു സ്ത്രീയാണ്. മതിയല്ലോ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ അവഗണിക്കപ്പെടാൻ. പ്രൊഫഷൻ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെയും സാറായുടെയും ദാസിയാണ്. 4th ഗ്രേഡ് ജീവനക്കാർ. 1st ഗ്രേഡ് ജീവനക്കാർ വലിച്ചു തള്ളുന്ന സിഗരറ്റ് കുറ്റി പെറുക്കിയിടുന്നവന് 4th ഗ്രേഡ്. മുറി മുഴുവൻ അഴുക്കാക്കുന്നവർ 1st ഗ്രേഡുകാർ. ഈ 4th ഗ്രേഡ് ആളാണ് ഈ അടിമ പെൺകുട്ടി. കളർ, ഫോറിൻ നാഷണൽ, റേസ്, എല്ലാം കൊണ്ടും പലതരത്തിൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. This slave girl is an invisible character. അങ്ങനെയുള്ള ആളുകളുണ്ട്. വീട്ടിൽ വേലയ്ക്ക് നിന്നാൽ അവർ, ആളുകൾ വന്നാൽ, പ്രത്യേകിച്ച് അതിഥികൾ വന്നാൽ സ്റ്റോർ മുറിയിൽ മറഞ്ഞുകൊള്ളണം. പിന്നെ അവർ പോയിട്ടേ പുറത്തിറങ്ങും. അങ്ങനെ ഒരു കുട്ടിയെ T. പത്മനാഭൻ ഇരുട്ട് എന്ന കഥയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് ആ കുട്ടിയെ ഇങ്ങനെ പറയും, ചെറിയ ഒരു കുട്ടിയായിരുന്നവൻ. അതിൻ്റെ നീളത്തിലുള്ള കുറവ് മാത്രമല്ല പ്രശ്നം, അവൻ വേലക്കാരനായതുകൊണ്ട് കഥാനായകൻ അത് ആവർത്തിക്കുകയാണ്. അവൻ ചെറിയ കുട്ടിയായിരുന്നു. അവൻ കരഞ്ഞാൽ അത് ഗൗരവമായി എടുക്കുന്ന ഒരൊറ്റ വ്യക്തിയും ആ വീട്ടിലില്ല. ആളുകൾ, അതിഥികൾ വന്നാൽ അവരുടെ വെടിവട്ടത്തിൽ അവർ നല്ല ഭോജനവുമായി മല്ലിടുമ്പോൾ ഈ കഥാപാത്രവും വരും. വെറുതെ, അത് നമുക്കൊരു രോഗമാണ്. നിങ്ങളുടെ പൊട്ടനെന്തി? അവനെ കേൾക്കുന്നുണ്ട്. അവൻ പൊട്ടനല്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവന് പ്രതിഷേധിക്കണമെന്നുണ്ട്. എന്നാൽ അവൻ്റെ മനസ്സിൽ ദുഃഖം, നിസ്നേഹതയുടെ നൊമ്പരങ്ങൾ, വിശപ്പിൻ്റെ വിളികൾ, ഒന്നും അടുക്കി കൊടുക്കാത്ത ചിന്തകൾ, തന്നെ കരഞ്ഞാൽ തന്നെ തൻ്റെ കരച്ചിലിനെയും തൻ്റെ കണ്ണുതിനെയും ഗൗരവമായി എടുക്കാത്ത ആളുകൾ. An invisible slave girl. നമുക്ക് അത്തരത്തിലുള്ള ആളുകളുണ്ടോ? ഗോസ്പൽ, ടു ലിവ് ദ ഗോസ്പൽ. ഇത് വേറെ എങ്ങാണ്ടത്തെ കഥയാണെന്ന് ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിൽ ആളുകളുണ്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ. എബ്രഹാം, വിശ്വാസികളുടെ പിതാവായ എബ്രഹാമിൻ്റെ വീട്ടിൽ ഇതാണ് കാര്യമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങളിലേക്ക് നോക്കണം. അപ്പം നമ്മൾ പറയും, ഇത് കേൾക്കേണ്ട ആളുകളൊന്നും ഇവിടെ വന്നിട്ടില്ല എന്ന് പറയും. എന്തു ചെയ്യും? ആദ്യമേ ഒഴിഞ്ഞു. ഇനിയും പറയുന്നത് ഇത് കേൾക്കേണ്ടവർ ഇവിടെ വന്നിട്ടില്ല എന്ന്. ആരാണ് ഈ അടിമ പെൺകുട്ടി? മിസ്രൈമിൽ നിന്ന് വിശ്വാസികളുടെ പിതാവായ എബ്രഹാമിൻ്റെ വീട്ടിലെത്തിയ ഇയാൾ അദൃശ്യയാണ്. ഈ ലോക ജീവിതം തന്നെ അത്തരത്തിൽ പെട്ടെന്ന് പോകാം. ഹെയ്ത്തിയിൽ 1.5 ലക്ഷം ആളുകൾ. നമ്മൾ വിചാരിക്കരുത് നമുക്ക് ആളുകളോട് ഇഷ്ടം പോലെ പെരുമാറാം, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. അങ്ങനെ ചിന്തിച്ചു കളയരുത്. കരകവിഞ്ഞൊഴുകിയ ഭാഗ്യനദി അരനിമിഷം കൊണ്ട ദൃശ്യയായി വരണ്ടുപോയി, വറ്റി വരണ്ടുപോയി, വസുധയിലെങ്ങോ മറഞ്ഞുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഹെയ്ത്തിയിൽ 1.5 ലക്ഷം ആളിനെ കണ്ടില്ല.
എന്ത് ചെയ്യാനൊക്കും? എത്രയോ സ്വപ്നങ്ങളാണ്. കരകവിഞ്ഞൊഴുകിയ ഭാഗ്യനദി നിമിഷങ്ങൾക്കുള്ളിൽ വറ്റി വരളുന്നത് നമ്മൾ ഈ ഇന്ത്യയിൽ കണ്ടിട്ടില്ലേ? എങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇടയിലാണ് ഈ ഗോസ്പൽ, ഈ സുവിശേഷം ജീവിക്കേണ്ടത് ഒരാഴ്ചയായി കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇങ്ങേയറ്റത്തെ ഒരു ബേസിക് യൂണിറ്റിലെ കാര്യമാണ് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ഇത് കേൾക്കേണ്ടവൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? Here is a triply oppressed person, an invisible slave girl. 2, ill-treated slave. എല്ലാ വ്യക്തികളും മോശമായി ആളിനോട് പെരുമാറിക്കഴിഞ്ഞു. ഏബ്രഹാം, സാറ, ആ വീട്ടിൽ ആരാണ് മര്യാദയ്ക്ക് പെരുമാറിയത്? തൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർന്ന് അടിയുകയാണ്. അവൾക്ക് എതിർക്കണമെന്നുണ്ട്. യാതൊരു രക്ഷയുമില്ല വീടിൻ്റെ അന്തരീക്ഷത്തിൽ. ഗാന്ധിജി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എതിർക്കാൻ പോകുമെന്നാണോ? ഒരേകാന്തമായ ഇച്ഛാശക്തി ഗാന്ധിജി പ്രകടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അത്തരത്തിൽ തന്നെ കടന്നേനെ. അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, ജാനുവരി 23 രാജ്യസ്നേഹ ദിനമാണ്. എന്താണ് രാജ്യസ്നേഹം? ഇംഗ്ലണ്ടിൽ അദ്ദേഹം ICS 4th റാങ്കിൽ പാസ്സായ ആള് CR ദാസിന് എഴുതുകയാണ്, ഞാൻ ഇന്ത്യക്ക് വരികയാണ്, എൻ്റെ രാജ്യം അടിമത്തത്തിലാണ്, താങ്കളൊരു പത്രം നടത്തുന്നില്ലേ? അവിടെ ചെറിയൊരു ജോലി ഞാൻ ചെയ്തുകൊള്ളാം. ICSകാരൻ, 4ാം റാങ്കുകാരൻ. ടു ലീവ് ദ ഗോസ്പൽ. സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചില്ലെന്നാണോ ഗോസ്പൽ സുവിശേഷം ജീവിച്ചത്? അദ്ദേഹത്തിലൂടെ കാണണ്ടേ നമ്മൾ? അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ മുമ്പിൽ ആർക്കാണ് നെഞ്ചു വിരിച്ചു നിൽക്കാൻ സാധിക്കും നമുക്കിന്ന്? സ്വാതന്ത്ര്യം കിട്ടി 3 ദിവസം കഴിഞ്ഞപ്പോൾ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചുപോയി. ഇങ്ങനെയുള്ള അവിടെവിടെയായി കുറേ ആളുകളുണ്ടെങ്കിൽ അതുകൊണ്ട് ആ കെയർ ഓഫിലാണ് ക്രിസ്ത്യാനികളായി നമ്മൾ ഈ ഭാരതത്തിൽ മുൻപോട്ട് പോകുന്നത്. നമുക്ക് ഈ സുവിശേഷം എന്താണ്? ഇങ്ങനെ പ്രഘോഷിക്കുക. ജീവിതം എവിടെയാണ്? ഏതായാലും സ്വപ്നങ്ങൾ തകർക്കപ്പെടുകയാണ്. ഒരു ഗുരുവിൻ്റെ മുമ്പിൽ ഒരു ശിഷ്യൻ നിന്ന് കരയുകയാണ്. ഗുരു ചോദിച്ചു, എന്താണ് കാര്യം? ആ കൊച്ചൻ പറഞ്ഞു, മൗനമായി നിന്ന ആളിന് വേണ്ടി മറ്റ് ശിഷ്യർ സംസാരിച്ച് അവൻ്റെ വിലപ്പെട്ടത് എന്തോ പോയതാ സാറേ. അപ്പോൾ ഗുരു പറഞ്ഞു, വിലപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാമല്ലോ, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ടത് ഭക്ഷണമായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്നേനെ സാർ. എൻ്റെ വസ്ത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ നെയ്തെടുത്തേനെ, തുന്നിയെടുത്തേനെ. എനിക്ക് നഷ്ടപ്പെട്ടത് പാനപാത്രമായിരുന്നെങ്കിൽ ഞാൻ ഇരുന്ന് വാങ്ങിയേനെ. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വപ്നങ്ങളാണ്. ഇവിടെ ഏബ്രഹാമും സാറായും തൻ്റെ വീട്ടിലെ തനിക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിമ പെൺകുട്ടിയുടെ ഒരു ഫോറിൻ നാഷണൽ ഈ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇരുൾ കടത്തിവിടുകയാണ് അവർ. 2, അവരുടെ സ്വപ്നങ്ങൾ, ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ അപഹരിച്ചെടുക്കുകയാണ്. ദൈവം തമ്പുരാൻ ഏലിയാവിനെ കരുതിയ ദൈവം അവിടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അവൾ മറ്റൊരു മാർഗം സ്വീകരിക്കില്ല. വിൻസെൻ്റ് വാൻ ഗോഗ് അത്തരത്തിലുള്ള മാർഗം തേടിയ ആളാണ്. ഒരു ഉന്മാദിയെ പോലെ ഗോതമ്പ് പാടങ്ങൾ അക്രമാസക്തനായി നടക്കുന്നു. 16-ാം വയസ്സിൽ ചിത്രം വിറ്റുകൊണ്ട് ജീവിതം തുടങ്ങിയ ആളാണ്. ഒടുവിൽ സ്വന്തം ഉദരത്തിൽ ജീവിതം എന്ന കുരുത്തം കെട്ടവൻ എന്നോട് ഒരിക്കലും കരുണ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഉദരത്തിൽ വെടിവെച്ച് വേച്ച് പോകുമ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഒന്ന് ചാകാൻ പോലും അറിയാത്ത തിരുമണ്ടനായി നിരന്തരം തോറ്റു തുന്നമ്പാടി ജീവിതം എന്നെ തോൽപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിൻ്റെ ക്യാൻവാസിൽ നിന്ന് വിൻസെൻ്റ് വാൻ ഗോഗ് മറയുകയാണ്. അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഈ പെൺകുട്ടിയുടെ മുമ്പിലുണ്ടെങ്കിലും ദൈവം തമ്പുരാൻ നിരന്തരം ഈ പെൺകുട്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നിന്റെ സ്വപ്നം ഈ വീട്ടിൽ തകർന്നിട്ടുണ്ട്, നിന്റെ സ്വപ്നങ്ങൾ അപഹരിച്ചിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ കുട്ടി, ഇനിയും ജീവിതം ബാക്കിയുണ്ട്, നിനക്കിനിയും ജീവിക്കാം. ഏലിയാവിനെ പോറ്റിയ ദൈവം നിന്നെ കൈവിടില്ല.
നമുക്കറിയാം, അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ശക്തിയുണ്ട്, പവർ. അതുകൊണ്ട് ആ വാക്കുകൾ കണ്ടാൽ അറിയാം. ഷീ ടുക്ക് ഹാഗാർ ആൻഡ് ഗേവ് ടു എബ്രഹാം. ഒരു സാധനം എടുത്ത് കൊടുക്കുന്നവരാണ്, അത്ര ഈസിയാണ്. അവൾ ആ ദാസിയെ എടുത്ത് എബ്രഹാമിന് കൊടുക്കുകയാണ്. ഒരിക്കൽ പോലും ഈ അടിമ പെൺകുട്ടിയുടെ ആഗ്രഹമായിരുന്നില്ല വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ശയിക്കുകയോ താൻ ഒരു ഗർഭിണിയാകുകയോ ചെയ്യുക എന്നുള്ളത്. വെറും ഒരു ടൂൾ, ആ വീട്ടിലെ അംഗങ്ങളുടെ കയ്യിലെ ഒരു ടൂൾ മാത്രം. ഷീ ടുക്ക് ഹാഗാർ, ഷീ ഗേവ് ടു എബ്രഹാം. ഇത് നടക്കുന്നില്ലെന്നാണോ? ദൈവം തമ്പുരാൻ ഇതെല്ലാം കാണുകയാണ്. മലയപ്പുലയൻ ആർത്തിയോടെ വാഴ വെച്ചു. ആ കുഞ്ഞുങ്ങൾ സാക്ഷിയാണ്. ഓരോ ഇല വിരിയുമ്പോഴും പ്രതീക്ഷയുടെ ഇലകളാണ് വിരിഞ്ഞത്. എന്ത് പ്രയോജനം? ഒടുവിൽ അധികാരമുള്ളവൻ വന്നിട്ട് പറഞ്ഞു, വെട്ട്, നിന്നെ തോളിൽ തന്നെ എടുക്കുക, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മലയൻ നടക്കുന്നു മാടത്തിൽ, അലയും മുറയും നിലവിളിയും. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയുവാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങളുടെ പിന്മുറക്കാർ. നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലുണ്ട്, അതിൽ പതിരില്ല. ഇതൊരു പൊട്ടിയാണ് ഈ പെണ്ണ്, ഈ ദേശക്കാരിയല്ല, നമ്മുടെ കളറല്ല, നമ്മുടെ ലാംഗ്വേജ് അല്ല, എന്തും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമ്മുടെ പഴഞ്ചൊല്ല് പതിരില്ലല്ലോ. എന്താണ് പഴഞ്ചൊല്ല്? പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ദൈവം തമ്പുരാൻ ചെട്ടിയെ വിടുകയില്ല, ചെട്ടി ചുരുണ്ടു പോകും ദൈവത്തിൻ്റെ മുമ്പിൽ. ഇതുവെല്ലാം നമുക്ക് വിശ്വാസമുണ്ടോ? ദൈവവിശ്വാസം നമുക്കുണ്ടോ? ദൈവത്തെ ഭയമുണ്ടോ? മനുഷ്യനെ ശങ്കയുണ്ടോ? നമ്മൾ ഈ തരത്തിലല്ലെങ്കിൽ പെരുമാറില്ലായിരുന്നു. ഇൻവിസിബിൾ സ്ലേവ്, കാണപ്പെടാതെ സ്റ്റോർ മുറിയിൽ കഴിയുന്ന സ്ലേവ്, അടിമ. ഇൽ-ട്രീറ്റഡ് സ്ലേവ്. അടുത്തത് റണ്ണവേ സ്ലേവ്. അവിടുന്ന് പലായനം ചെയ്യുകയല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് ഒരു കർട്ടൻ്റെ പുറകിൽ നാടകത്തിന് പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ആളുകൾ ഒരുങ്ങിയാണ് വരുന്നത്. പണ്ട് ഇത് കേൾക്കാം ആളുകൾക്ക് തന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം എനിക്ക് തോന്നാറുണ്ട് ഈ കുട്ടിയോട്. അക്ഷോഭ്യമായ ഗംഭീര്യത്തോടെ, ഹഗാർ, നിനക്കെന്തുകൊണ്ട് അപ്രിയ സത്യം അവരോട് പറഞ്ഞുകൂടായിരുന്നു? നിന്റെ നിലപാടിൽ ശരിയുണ്ട്. നിന്റെ നിലപാടിലെ ശരിയുടെ ബലം നിന്റെ പതറാത്ത, ഇടറാത്ത, സൗമ്യമായ ശബ്ദത്തിന് നടുക്കുന്ന മുഴക്കം നൽകും. നീ പറയൂ. അവൾ പറഞ്ഞു, ഇക്കാര്യമെല്ലാം ശരിയാണ്. എൻ്റെ മനസ്സിൽ അടുക്കിപ്പെറുക്കി വയ്ക്കത്തക്കവണ്ണം മനസ്സ് അത്തരത്തിൽ പാകപ്പെട്ടിട്ടില്ല. 2, എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ വികാരങ്ങളെ, നിസ്നേഹത ഏൽപ്പിക്കുന്ന നൊമ്പരങ്ങളെ ഗൗരവമായി എടുക്കുന്ന ആളുകളല്ല ഇവർ. എന്തു പ്രയോജനം? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണത്? എ റണ്ണവേ സ്ലേവ്. ആ വീട്ടിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. 55 വർഷമായി. ഈ വീട്ടിൽ മാത്രമല്ല, പലസ്തീൻകാർ പലായനം ചെയ്യുകയാണ്. അവൻ്റെ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരി പിഴിഞ്ഞാൽ രക്തമാണ്. ഗോതമ്പ് പാടങ്ങളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പൂവിനായി കൈ നീട്ടിയാൽ എന്ത് കിട്ടും? കത്തി കിട്ടും. അപ്പത്തിന് വേണ്ടി കൈ നീട്ടിയാൽ അവർക്ക് കിട്ടുന്നത് വെടിയുണ്ടയാണ്. ദേവദാരു മരങ്ങൾ നോക്കി നിന്നാൽ, നമുക്ക് നോക്കിയാൽ ദേവദാരു മരങ്ങൾ ചകിതഭാവത്തോടെ നിൽക്കുകയാണ്. ആരെ ശത്രുക്കൾ വരുന്നുണ്ടെന്നുള്ള ഭയത്തിൽ. ഒലിവ് മരങ്ങൾ അരണ്ട് നിൽക്കുന്നു. 55 വർഷമായി. ആ കുട്ടികളോട് ചോദിക്കൂ, നിന്റെ വീട് എവിടെ? അവർ നക്ഷത്രങ്ങളിലേക്ക് കൈ ചൂണ്ടുകയാണ്. അവർക്ക് വീടില്ല. 2003 മാർച്ച് 16 റേച്ചൽ കോറി ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെയും പെൺകുട്ടികൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ ലോകം രക്ഷപ്പെടും. ബുൾഡോസർ വന്ന് പലസ്തീൻകാരൻ്റെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കുകയാണ്. അവൾ അതിൻ്റെ മുമ്പിൽ കയറുന്നു, പറഞ്ഞു, നിർത്തണം. ആര് കേൾക്കാൻ? ഒരു പൂവിനേക്കാൾ കഷ്ടമായി ചതച്ചരച്ചുകൊണ്ട്
ആ ബുൾഡോസർ പോയെങ്കിലും അവൾ ഉയർത്തിയ പ്രതിഷേധം ശക്തവുമാണ്, മഹോന്നതമാണ്. നമുക്കെവിടെ പ്രതിഷേധം? അക്ഷത്തിലിരിക്കുന്ന പോവുകയായിരുന്നു, ഉത്തരത്തിൽ നിന്ന് എടുക്കുകയും വേണം. ലിവ് ദ ഗോസ്പൽ, ലിവ് ദ ഗോസ്പൽ. എന്തുവാ ഗോസ്പൽ? എന്തുവാ ജീവിക്കുന്നത്? ഇവിടെ ഇതാ ഒരു അടിമ പെൺകുട്ടി സ്റ്റോർ മുറിയിൽ, ആരും കാണാൻ പാടില്ല, കണ്ട് ഇൽ ട്രീറ്റഡ് ഗേൾ. 3, അവൾക്ക് ഇനിയും ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, ആ വീട്ടിൽ നിന്ന് പലായനം ചെയ്യുക മരുഭൂമിയിൽ. ആരാണിത്? നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഗർഭിണിയായ ഒരാളാണ്. യേശുവിൻ്റെ അമ്മ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ഏതോ സമാനതകൾ ഇതിനൊക്കെ ഉണ്ട്. ഇതാ ഒരു ഗർഭിണിയായ അടിമ പെൺകുട്ടി മരുഭൂമിയിൽ കൂടെ ഓടുകയാണ്. എലിസബത്തിൻ്റെ വീടുണ്ടായിരുന്നു വിശുദ്ധ കന്യകമറിയത്തിന് അഭയം തേടാൻ. ഇവൾക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴെ ഭൂമി. എന്ത് ചെയ്യാൻ സാധിക്കും? വിഷമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏലിയാവ് പ്രകാശിപ്പിച്ച വിശ്വാസധീരത, ഡെയറിങ് ഫെയ്ത്ത് ഇൻ ഡിസ്മൽ ടൈംസ്, അതൊരു പ്രവാചകന് സാധിക്കുമായിരിക്കും. അതുവരെ അത്തരത്തിൽ ദൈവവിശ്വാസത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരു വേലക്കാരി പെൺകുട്ടി എന്ത് ചെയ്യും? മുകളിൽ നോക്കിയാൽ ആകാശം, താഴെ ഭൂമി. വളരെയധികം പ്രതിസന്ധിയിലാണ്. എന്നാൽ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ദൈവം തമ്പുരാൻ പ്രവേശിക്കുന്നു. God sees this runaway slave. ഈ കുട്ടിയെ മാത്രമല്ല, ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട്, മർദ്ദിക്കപ്പെട്ട്, ചൂഷണം ചെയ്യപ്പെട്ട്, വഴിയാധാരമായി ജീവനം കൊണ്ട് ഓടിപ്പോകുന്ന എല്ലാവരുടെയും കൂടെ ഇന്നലെ ബിഷപ്പ് പറഞ്ഞതുപോലെ നിന്റെ ദുഃഖത്തിൽ, നിന്റെ നെടുവീർപ്പിൽ അലയുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഹാഗാർ മാത്രമല്ല, നിന്നോട് ചേർന്ന് അലയുന്ന ദൈവം. ആ ദൈവം എന്ത് ചെയ്തെന്ന VVIPs എവിടെയാണ് എന്ന് ചോദിച്ചാൽ, മൻമോഹൻ സിംഗ് ഇപ്പോൾ എവിടെ ചോദിച്ചാൽ അതിൻ്റെ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലെ ആളിനറിയാം ഈ നിമിഷം അദ്ദേഹം എവിടെയാണ്. അതേ രീതിയിലാണ് വിശുദ്ധ വേദപുസ്തകം സൂക്ഷിച്ചു വായിക്കൂ. ശൂരനുള്ള വഴിയറിയിൽ ഒരു നീരുറവിനരികെയാണ് എൻ്റെ മകളായ ഹാഗാർ എന്ന് ദൈവം കാണുന്നു. ഇത് അതിശയിപ്പിക്കുന്നില്ലേ? ഗോഡ് സീസ് ഹാഗാർ. അവൾ എവിടെയാണെന്ന്. വേറെ യാതൊരു പണിയും സ്വർഗത്തിനില്ലെന്ന് തോന്നും. 630 കോടി ജനം ലോകത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവം, heaven's whole energy is converged on this person. സ്വർഗത്തിൻ്റെ മുഴുവൻ ശക്തിയും ഇവളിലേക്ക് വരികയാണ്. മുഴുവൻ കോൺസെൻട്രേഷൻ ഇവളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ കാര്യം. ഗോഡ്, വക്കീലന്മാരുടെ ഭാഷയെ പറഞ്ഞാൽ, കോടതി ഭാഷയെ പറഞ്ഞാൽ, God takes suo moto action on behalf of Hagar. 2 പേർക്ക് കറണ്ടില്ല എന്ന് മനോരമയിൽ വന്നതേ ഉള്ളൂ. ദിവസങ്ങൾക്കുള്ളിൽ കോടതി കേസെടുത്തു, നടപടിയെടുത്തു. അവർക്ക് കറണ്ട് കൊടുക്കണം. ഇതാ ദൈവം തമ്പുരാൻ ചെയ്യുന്ന. നമ്മൾ വിചാരിക്കരുത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം വിടില്ല. ദൈവം തമ്പുരാൻ അങ്ങേയറ്റത്തെ സുപ്രീം കോടതി ജഡ്ജ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവും ഈ ലോകത്തിൻ്റെ ന്യായാധിപതിയും സ്വയമായി ഹാഗാറിൻ്റെ അപേക്ഷ കൂടാതെ കേസെടുക്കുകയാണ്. God takes suo moto action on behalf of Hagar. അത്തരത്തിൽ തള്ളിക്കളയാം എന്ന് ചിന്തിക്കാവുന്ന ഒരൊറ്റ വ്യക്തിയും ഈ ലോകത്തിലില്ല. She took Hagar and gave to Abraham. കുറെ നാളത്തേക്ക് സാധിക്കും സാറ അവളെ എടുക്കുക, കൊടുക്കുക. അവൾ ഗർഭവതിയാകുന്നുള്ള മാന്യയായി നടക്കുക. ഇതെല്ലാം ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്. പാവപ്പെട്ട അടിമ പെൺകുട്ടിയുടെ കരച്ചിൽ, വേദനകൾ, നിസ്നേഹത ഏൽപ്പിക്കുന്നതായ പരിഭവങ്ങൾ, നൊമ്പരങ്ങൾ ദൈവം തമ്പുരാൻ കണ്ടിട്ട് അവൾ അത്തരത്തിലൊരു വിശ്വാസിയായിട്ട് തുടങ്ങിയ ജീവിതമല്ല. എങ്കിലും അവളുടെ കരച്ചിൽ
ദൈവം കേൾക്കുന്നു, കാണുന്നു. ദൈവം തന്നെ കേസെടുത്ത് വിധി കൽപ്പിക്കാം. ജപ്പാൻ തിയോളജിയൻ കൊസാക്കോ കൊയാമയുടെ ഒരു ബുക്ക് 3 miles an hour with God. 3 miles an hour God. ദൈവത്തിൻ്റെ സ്പീഡ് 3 മൈലേ ഉള്ളൂ 1 മണിക്കൂറിന് എന്ന് പറഞ്ഞാൽ വളരെ പെയ്യ നടന്ന് ഈ ഹാഗാറിൻ്റെ ദുഃഖമൊന്ന് കാണുക, സക്കായിയുടെ ഇരിപ്പൊന്ന് നോക്കുക. ഇങ്ങനെ വളരെ വളരെ പെയ്യപ്പോയി കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ്. എന്നിട്ട് കേസെടുക്കുകയാണ്, വിധി കൽപ്പിക്കുകയാണ്. ഈ സഹായകനെ കണ്ടെത്തുന്നതിന് മാത്രമാണ് മാർത്തോമാ സഭ സുവിശേഷ പ്രസംഗ സംഘം ഇത്രയും രൂപ പോട്ടെ, എത്രയോ ആളുകളുടെ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിൽ, എത്രയോ ആളുകളുടെ പ്രാർത്ഥനയാണ് അതിൻ്റെ ലക്ഷ്യം നേടുന്നത്. ഈ പന്തൽ കീഴിൽ ഇരിക്കുന്ന നിങ്ങളും നിൽക്കുന്ന ഞാനും ഈ സഹായകനെ കണ്ടെത്തണം. നമ്മുടെ അടുത്തുള്ള ഇടയാറുമുളക്കാരൻ മൂത്താമ്പങ്കൽ കൊച്ചു ദേശി ഈ സഹായകനെ കണ്ടെത്തിയ ആളാണ്. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന്. നിർത്താം. ഇത് സന്തോഷമായി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ കൺവെൻഷൻ. അങ്ങനെ രുചിച്ച് ഇതാണ് സന്തോഷമെന്ന്, ഇങ്ങനെ സഹായകൻ എനിക്കുണ്ട്, ആരും സഹായമില്ലാതെ എല്ലാവരും കണ്ടു കണ്ടില്ല എന്ന് പോകുമ്പോൾ നീ എനിക്ക് സഹായകനായി ഉണ്ട്, അതിൽ ഞാൻ ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് തിരുവല്ലയിൽ നിന്ന് ഏബ്രഹാം മാർത്തോം പറഞ്ഞു, കൊച്ചുഞ്ഞെ നീ ഇങ്ങോട്ട് വരൂ, സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറി ആക്കാൻ. 22 വർഷം ഈ സഹായകനെ നേരിട്ട് പരിചയമുള്ളതും ഈ സഹായകൻ ഉണ്ടെന്നുള്ളതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളെ ഈ സഭയ്ക്ക് ആവശ്യമുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ റബ്ബറിൻ്റെ വില കൂടുമ്പോൾ സന്തോഷിക്കുന്നവരെ അല്ല. ഹബക്കൂക്ക് പറഞ്ഞു, ഇതെല്ലാം പോക്കാണ്. ഒലിവ് ആ കൃഷി നോക്കി, മുന്തിരിവള്ളി നോക്കി, കുറേ കന്നുകാലിയെ വളർത്താമെന്ന് വിചാരിച്ചു, അതെല്ലാം ചത്തു വീഴുന്നെങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. God sees. ദൈവം തമ്പുരാൻ കാണുന്നു. 2, ദൈവം തമ്പുരാൻ പേർ ചൊല്ലി വിളിക്കുന്നു. God who names. ചെറിയ കാര്യമല്ല. നിങ്ങൾക്കറിയാമോ, ഈ പെൺകുട്ടി ഈജിപ്തിൽ നിന്ന് ഈ വീട്ടിൽ വന്ന ശേഷം ഒരൊറ്റ മനുഷ്യൻ അവളുടെ പേര് വിളിച്ചിട്ടില്ല. ഒന്ന് ഈ സാറായുടെ ദാസി, അല്ലെ ഏബ്രാഹിമിൻ്റെ ദാസി, വേറെ പേരില്ലേ? പേര് വിളിക്കുകയില്ല. ഇതുവരെ പേര് കേട്ടിട്ടില്ല. നമുക്കറിയാം, കൊച്ചു പിള്ളേർ മാത്രമേ അവരവരുടെ പേര് കുറേ നാൾ പറയും. അത് കഴിഞ്ഞ് അവർക്കറിയാം തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ വലിയ ആളുകൾ തന്നെ കളിയാക്കും. സജിക്ക് അത് വേണം, പേര് പറഞ്ഞു പറയും. അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരുത്തൻ നമ്മുടെ പേര് വിളിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ പോലും ഉറക്കില്ല. പിന്നിട്ട വർഷങ്ങൾ ഹാഗാർ, നീ ഈജിപ്തിലെ വീട് വിട്ട ശേഷം നിന്റെ അമ്മയപ്പന്മാർ ഇട്ട പേര് നീ ഒരിക്കലും കേട്ടിട്ടില്ല. നീ സൂക്ഷിച്ചു നിന്നോണം. ദൈവം തമ്പുരാൻ തൻ്റെ ശബ്ദം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചവരാണ്. ഇപ്പോൾ ദിഗന്ധങ്ങൾ മുഴങ്ങത്തക്കവണ്ണം നിന്റെ കർണപുടങ്ങളിൽ ആഞ്ഞ ശബ്ദം ദൈവം വിളിക്കാൻ പോകുകയാണ്. റെഡിയായിരുന്നോണം. പിന്നിട്ട വർഷങ്ങളിൽ ആരും വിളിക്കാത്ത പേര് ഒറ്റയടിക്ക് ദൈവം വിളിച്ച് നിനക്ക് സംതൃപ്തി വരുത്താൻ പോവുകയാണ്. ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇതിൽ കൂടുതൽ ദൈവം എന്നെയും നിങ്ങളെയും കരുതുന്നു എന്നുള്ള തെളിവുണ്ടോ? ഏലിയാവ് ഉജ്ജ്വലമായ കഥാപാത്രം. ഏലിയാവിനെ കരുതി. ഇതാ ഒരു അടിമ പെൺകുട്ടി, എല്ലാവരും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നവൾ. അവളെ ദൈവം കണ്ടു. ദൈവം തന്നെ കേസെടുക്കുന്നു, വിധി കൽപ്പിക്കുന്നു. ദൈവം ആരും അവളുടെ പേര് വിളിക്കാതിരുന്നപ്പോൾ അവൾക്ക് തൃപ്തിയാകുവോളും അത് അവളുടെ കർണപുടങ്ങൾ വന്ന് അലച്ച് ധ്വനിക്ക് ധ്വനി, അത് അലകൾ സൃഷ്ടിക്കുന്നു, ദിഗന്ധങ്ങളിൽ മുഴങ്ങുകയാണ്. അവൾക്ക് തൃപ്തിയായി കാണും.
നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഇത്രയും ചോദിച്ച് ദൈവം മാറി നിൽക്കുന്നവനല്ല. ദൈവം തമ്പുരാൻ അവൾക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. God promises an undomesticated future. അവൻ കഴുതയെ പോലെ ആയിരിക്കുമെന്നല്ല ഇശ്മായേലിനെ കുറിച്ച്. നിനക്കൊരു സന്തതി ഉണ്ടാകും, അവൻ കഴുതയെ പോലെ എന്നല്ല, കാട്ട് കഴുതയെ പോലെ. നിന്നെ മെരുക്കുവാൻ ഏബ്രഹാമിന് സാധിച്ചെന്ന് ഏബ്രഹാം ചിന്തിച്ചു. നിന്നെ മെരുക്കുവാൻ സാറായിക്ക് സാധിക്കും. നീ അത്തരത്തിൽ ഗർഭം ധരിക്കുമ്പോൾ യു വിൽ ബിക്കം ഡബിളി സബ്മിസീവ് ആൻഡ് ലോയൽ ടു ദ മിസ്ട്രസ്. പണ്ടുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അടിമയായിട്ടിരുന്നോളൂ എന്ന് ചിന്തിച്ച് ഓരോരോ പ്ലാനുകളാണ്. ദൈവം തമ്പുരാൻ ഈ ഹാഗാറിനോട് പറയുന്നു, നീ പ്രസവിക്കുന്ന മകൻ ഇഷ്മായേൽ കാട്ട് കഴുതയെ പോലെ ഇരിക്കും. അബ്രഹാമിനും സാധിക്കില്ല, സാറായിക്കും സാധിക്കില്ല, ഈ ഒരുത്തനും സാധിക്കുകയില്ല മരിക്കുവാൻ. നിന്റെ അടിമത്വം ഈ മരുഭൂമിയിൽ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. God promises an undomesticated future. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു, ഹാഗാറേ നീ മടങ്ങിപ്പോകുക. വെറും കൈയായി പോകണമെന്നല്ല, നിനക്ക് ഒരു പിടി വാഗ്ദാനങ്ങൾ, അബ്രഹാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും, നീ വലിയവനാകും, നിന്റെ പേര് വിലപ്പെട്ടതാകും, നിന്നാൽ ലോകം അനുഗ്രഹിക്കപ്പെടും, എല്ലാം അവൾക്ക് കൊടുത്ത് മടങ്ങിപ്പോകാൻ പറയും. നീ മിസ്ട്രസിൻ്റെ അടുക്കിലേക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഏറ്റവും നല്ല കാര്യം അതാണ്, നീ പോകുക. ഹാഗാറേ നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന ഒരൊറ്റ ചോദ്യത്തിൽ ഹാഗാർ തൻ്റെ സ്വത്വത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ചുരുൾ അഴിയുകയാണ്. ആ ജീവിതത്തിൽ ആദ്യമായി അവളുടെ പേര് തന്നെ കേട്ടിട്ട് അവൾ തന്നെ മറന്നു കാണും. അവളുടെ പേരെന്താന്ന് ചോദിച്ചാൽ വേറെ ആളോട് ചോദിക്കണം, ആരെയും വിളിച്ച് കേട്ടിട്ട് വേണ്ടേ. ഇപ്പോൾ ദൈവം തമ്പുരാൻ വിളിക്കുന്നു, ഹാഗാർ നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? അവളുടെ ഉണ്മയുടെ സ്വത്വത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ചുരുളും പൊരുളും അഴിയുകയാണ്. അവൾക്ക് മനസ്സിലായി താൻ ആരുമാണ്. എനിക്ക് വിലയുണ്ട്, എനിക്ക് നിലയുണ്ട്. ഞാൻ അവിടെ നിന്ന് വന്നതായിരിക്കും ഒരു ജോലി അന്വേഷിച്ച്. എന്നെ ചവിട്ടിമതിക്കാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ എന്നെ ആർക്കും സാധിക്കില്ലെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി. ഒരു രാജകൊട്ടാരം കൊള്ളയടിക്കപ്പെട്ടു. രാജാവും രാജ്ഞിയെയും വധിച്ചു. പിള്ളേരെ വേലക്കാരെടുത്തുകൊണ്ട് പോയി. അന്ന് വേലക്കാർ കുറച്ചുകൂടെ ലോയൽറ്റി ഉണ്ട്. ഒടുവിലത്തെ വേലക്കാരൻ ഒരു പെൺകുട്ടിയെ കിട്ടി. ആ പെൺകുട്ടിയുമായി ഓടുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കർഷകൻ ചോദിച്ചു, ഈ പെൺകുട്ടിയെ എനിക്ക് തരാം. ആ പെൺകുട്ടിയെ ആ വേലക്കാരൻ കർഷകന് കൊടുത്തു. കർഷകൻ വളർത്തി. കർഷകൻ്റെ കൂടെ ജോലിക്ക് പോകും. പല ദിനങ്ങളായി ഒരു ദിനം കാട്ടിൽ നിന്നൊരു വല്യമ്മ തള്ള പ്രത്യക്ഷയായ വല്യമ്മ അയാൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ മാറി നിൽക്കുകയാണ്. അടുത്ത് നിന്ന് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ആ അപ്പനെ കർഷകനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ അപ്പനാണിത്, കർഷകനാണ്. അപ്പോൾ ചെവിയിൽ മന്ത്രിച്ചു ഈ വല്യമ്മ തള്ള, നീ ആ കർഷകൻ്റെ മകളല്ല, നീ രാജാവിൻ്റെ മകളാണ്. അവൾ ആ തള്ള അപ്രത്യക്ഷയായി. അവൾ ആ ജോലി വിട്ട് ആ വീട്ടിൽ നിന്ന് പോയില്ല. ഷീ കണ്ടിന്യൂഡ് ഹെർ വർക്ക് വിത്ത് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്. ഷീ ബിഗാൻ ടു തിങ്ക് ഡിഫറൻ്റ്ലി ആൻഡ് ആക്ട് ഡിഫറൻ്റ്ലി. അവൾ കർഷകൻ്റെ മകളെന്ന് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയില്ല. പക്ഷേ അന്നു മുതൽ തനിക്ക് മനസ്സിലായി, താൻ ഈ കർഷകൻ്റെ മകളല്ല, താൻ രാജാവിൻ്റെ മകളാണ്. ഇന്നലെയും പത്രോസിൻ്റെ ലേഖനം കേട്ടില്ലേ, നീയോ അന്ധകാര വെളിച്ചത്തിലേക്ക് രാജകീയ പുരോഹിത വർഗം. ഈ ഒരു അവബോധം മനുഷ്യൻ്റെ മനസാക്ഷിയിലും മസ്തിഷ്കത്തിലും ആഞ്ഞു പതിയണം. അതനുസരിച്ച് ചിന്തിക്കണം, അതനുസരിച്ച് വാക്കുകൾ ഉപയോഗിക്കണം, അതനുസരിച്ച് ആ ഒരു സ്പിരിറ്റിൽ ഷീ കണ്ടിന്യൂ ടു വർക്ക് വിത്ത് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. കർഷകൻ്റെ മകളായി തന്നെ വീണ്ടും കാർഷിക മേഖലയിൽ അപ്പൻകുട്ടി ജോലി ചെയ്തെങ്കിലും വേറൊരു മനോഭാവത്തിൽ. അതിനാണ് ഈ കൺവെൻഷൻ. ആരാണെന്നെങ്കിലും തിരിച്ചറിഞ്ഞ് നമുക്ക് മടങ്ങിപ്പോകണം. ഏതായാലും ആ കുട്ടിയും തിരികെ പോയി. എബ്രഹാമിൻ്റെയും സാറായുടെയും വീട്ടിൽ പഴയ പണി തന്നെയാണ്. പാത്രം മോറുകയും നിലം തുടയ്ക്കുകയും ചെയ്യുന്ന കുട്ടിയാണെങ്കിലും അവൾക്ക് സുൽത്താനായുടെ ഉൾബലം കിട്ടി.
സുൽത്താനാന്ന് പറഞ്ഞാൽ അറിയാവോ? സുൽത്താൻ്റെ ഭാര്യ, ഒരു രാജ്യത്തിലെ ഭരണാധികാരിയുടെ ഭാര്യ സുൽത്താനായുടെ ഉൾബലത്തോടെയാണ് തിരികെ പോയത്. ജോലി പഴയത് തന്നെ. ബട്ട് ഷീ could do that, continued her work with a different spirit. അടുത്തത്, അവൾ വീണ്ടും വിൽഡർനെസ്സിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അവിടെ വച്ച് ദൈവം തമ്പുരാനെ കാണുന്നതായിട്ടുള്ള ഹാഗാർ ബൈബിളിൽ ആദ്യമായി ഒരു പെൺകുട്ടിയെ ദൈവത്തിന് പേര് കൊടുക്കുകയാണ്. ദൈവദർശനം കിട്ടുന്ന ഒരു സ്ത്രീയും ഈ ഹാഗർ തന്നെ ആദ്യമായി. മോശയ്ക്ക് കിട്ടും, ഏലിയാവിന് കിട്ടും, അത് വേറെ കാറ്റഗറിയാണ്. ഇതൊരടിമ പെൺകുട്ടി, ദൈവിക ദർശനം. ഷീ ഹാഡ് എ തിയോഫനി. ഇതാ ഇവിടെ എന്നെ കണ്ടവനെ, ഞാൻ കണ്ടവനെ, ആ ദൈവം എന്നെയും കാണുന്നുവെന്ന് പറഞ്ഞ് 16-ാം അധ്യായം 13-ാം വാക്യം. അവന് ഏൽ റായി ഹിബ്രു ഭാഷയിലാണ്. എലി എലി ലമ്മ ശബക്താനി കേട്ടിട്ടുണ്ട്. ഏൽ ദൈവം കാണുന്നു, റൈം ദൈവം കാണുന്നവൻ, ദൈവം പേർ ചൊല്ലി വിളിക്കുന്നവൻ. ദൈവം തമ്പുരാൻ അബ്രഹാമിന് കൊടുത്തതായ എല്ലാ വാഗ്ദാനങ്ങളും കൊടുക്കുന്നവൻ. ദൈവം തമ്പുരാന് പേരിടുന്ന അടിമ പെൺകുട്ടി. ഈ സമയത്തിന് നമുക്ക് പറയാവുന്നത്, ദിസ് ഈസ് ദി ഹാഗാർ, ദിസ് ഈസ് ദി കൈറോസ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്. ഇനി നീ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് ദൈവത്തിന് പേരിടാൻ സാധിച്ചില്ലേ നിന്റെ അനുഭവത്തിലൂടെ. നമുക്ക് ദൈവം ആരാണ്? ആരാണ്ടൊക്കെയോ വന്ന് പ്രസംഗിച്ചു പോകുന്ന ഒരു ദൈവം. അതിൻ്റെ പൗലോസ് അപ്പോസ്തലന്റെ ദൈവം, ഏലിയാവിൻ്റെ ദൈവം. ഇരിക്കുന്ന നിങ്ങൾക്കും നിൽക്കുന്ന എനിക്കും ഹൂ ക്യാൻ നെയിം ഗോഡ്? ആർക്ക് ഈ അടിമ പെൺകുട്ടിയെ പോലെ ദൈവത്തിന് പേര് കൊടുക്കാൻ സാധിക്കും? ദൈവം തമ്പുരാന് പേര് കൊടുക്കുന്ന അടിമ പെൺകുട്ടി. ആ ജീവിതത്തിന് എന്തു പറയും? അവളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭോദർക്കമായ നിമിഷമാണ്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡേ ഇൻ ഹിസ് ലൈഫ്, ഇൻ ഹെർ ലൈഫ്. നമുക്കിതുപോലെയുള്ള ജന്മദിനം നല്ല ദിവസമാണ്, വിവാഹ വാർഷികം നല്ലതാണ്. എന്നാൽ നിങ്ങൾ ഇരുവരും ചേർന്ന്, ഭാര്യയും ഭർത്താവും, ഈ ദൈവത്തെ അനുഭവമാക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണുമ്പോൾ നമുക്ക് നമ്മെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഏതായാലും നമ്മെ ദൈവം കാണുമ്പോൾ ഇതുപോലെയുള്ള എത്രയോ ആളുകളെ ഒരുമിച്ച് ദൈവം കാണുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഈ ജീവിതം വീണ്ടും വിൽഡർനെസ്സിൽ നമുക്ക് കാണാം. വൺസ് അഗെയിൻ ഗോഡ് വിത്ത് ഹാഗാർ. തന്നെയല്ല, ഹാഗാറിൻ്റെ കൂടെ ഒരു ടീനേജർ, 12 വയസ്സിലും കഴിഞ്ഞ് കാണാം കൊച്ചൻ ഇഷ്മായേൽ. ആദ്യം പോയി തനിയെ പോയതാണ്, റണ്ണവേ സ്ലേവ്. മുകളിൽ ആകാശം, താഴെ ഭൂമി. അതിലും കഷ്ടമാണ് ഈ പോക്ക്. ഒരു വിശ്വാസിയുടെ വീട്ടിൽ നിന്ന് ഈ ആളിനെ ഇറക്കി വിടുന്ന രംഗം വായിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ സാഹിത്യകാരന്മാരോടൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ദുഃഖമുണ്ട്. ചിത്രകാരന്മാർ, കവികൾ, അവരൊക്കെ എന്തോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ധൂർത്തപുത്രൻ്റെ ഏതെല്ലാം രംഗങ്ങളാണ് അവർ വരച്ചു കൂട്ടുന്നത്. ഇതിലും പോയിനൻ്റായ വികാരസാന്ദ്രമായ ഒരു രംഗം എവിടെയുണ്ട്? ഒരു വീട്ടിലെ വേലക്കാരി പെണ്ണ്, അവളെ വിളിക്കുന്നത് അബ്രഹാമിൻ്റെ ദാസി, സാറായുടെ ദാസി. അവളുടെ മകനെ പേര് വിളിക്കില്ല. എബ്രഹാമിൻ്റെ മകനാണ്, ആ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. നിന്റെ മകൻ എല്ലാം മുടിച്ചവൻ വന്നിരിക്കുന്നു, എൻ്റെ സഹോദരനല്ല. അവളുടെ ഭർത്താവിൻ്റെ മകനാണ് ഇഷ്മായേൽ. എങ്കിലും കിച്ചൺ ക്യാബിനറ്റ് ഗേവ് ആൻ അൾട്ടിമാറ്റം ടു എബ്രഹാം. കേൾക്കുന്നുണ്ടോ? വീശിക്കൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ ഇത് വല്ലോ? കിച്ചൺ ക്യാബിനറ്റ് ഈസ് വെരി വെരി പവർഫുൾ. ഏത് ഭർത്താവിനാ അനുസരിക്കാൻ സാധിക്കാതിരിക്കുന്നത്? അനുസരിച്ചേ മതിയാവും കിച്ചൺ ക്യാബിനറ്റ് കൂടിയാൽ.
കിച്ചൺ ക്യാബിനറ്റ് കൂടി ഒരു അൾട്ടിമാറ്റമാണ് കൊടുത്തത്. ഈ മകൻ ഇഷ്മായേൽ എൻ്റെ മകൻ്റെ കൂടെ വളരരുത്, അവരൊന്നിച്ച് കളിക്കാൻ പാടില്ല. ഏതായാലും സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഇവരെ കുറ്റം പറയും. കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീധനമാണെങ്കിലും ഒക്കെ പേശുന്നത് അമ്മമാരാണ്. എന്തോ ചെയ്യാൻ സാധിക്കും? അവർ സ്ത്രീധനത്തിന് എതിര് പറയുകയും ചെയ്യും. ഹിയർ ഈസ് ദ കിച്ചൺ ക്യാബിനറ്റ് ഗേവ് ദി അൾട്ടിമാറ്റം ടു എബ്രഹാം. എന്തോ അൾട്ടിമാറ്റം? ഇന്ന് ഈ തള്ളയും കുട്ടിയെ ഇവിടെ നിന്ന് വിടണം, ഇത്രയേ ഉള്ളൂ കാര്യം. വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. തല പോകേണ്ട കാര്യമൊന്നുമില്ല, തല പോകേണ്ട കാര്യമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. എബ്രഹാം വഴങ്ങുകയല്ലാതെ നിവൃത്തിയില്ല. അദ്ദേഹം ആകെ കൂടി ചെയ്ത കാരുണ്യം ആ സ്ത്രീയുടെ തോളിൽ ഒരു തുരുത്തി വെള്ളം, കുറച്ച് അപ്പം. അത് കഴിഞ്ഞ് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടെ എബ്രഹാമിന്. ആ കുട്ടിയെ എടുത്ത്, ആ കുട്ടിയല്ല തൻ്റെ കുട്ടിയാണ്, ആ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കും. പോകുക, യാത്ര പറയുക. ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. CV ബാലകൃഷ്ണൻ്റെ ദൈവം നടക്കുന്ന പാത മനസ്സിലായോ? അവിടെ ആകെ കൂടെ അവനെ സന്ധിച്ചത് അയഞ്ഞ ഒരു നിക്കറിട്ട ഒരു കൊച്ചൻ മാത്രം. ഭാര്യയില്ല, ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്നേഹിതരില്ല, കുടുംബാംഗങ്ങൾ ആരുമില്ല. നിൽക്കണേ സാർ, അമ്മ പറഞ്ഞിരുന്നു അങ്ങ് വരുമെന്ന്. വൈകിയാൽ എന്താ, വന്നല്ലോ. ഏത് വേഷത്തിലായാലും എന്താ, ഞാൻ തിരിച്ചറിഞ്ഞില്ലേ? നമുക്ക് ഇത്തരത്തിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനാണെന്ന് തിരിച്ചറിയാൻ മദർ തെരേസയെ പോലെ നമുക്ക് കഴിയണം. ഫാദർ ഡാമിനെ പോലെ സാധിക്കണം. നാം വിചാരിക്കുന്ന രീതിയിൽ കണ്ട് തഴമ്പിച്ച് ശീലിച്ച ഭാവങ്ങളിലും രൂപങ്ങളിലും യേശു വരുമെന്ന് ചിന്തിച്ചിരിക്കരുത്. നമ്മൾ നിരാശപ്പെടും. ഏതായാലും വീണ്ടും മരുഭൂമിയിൽ ആദ്യം ഒരു വ്യക്തിയെ ഉള്ളായിരുന്നു. അന്ന് അവളുടെ പേർ ചൊല്ലി വിളിച്ചു. അവൾ സംതൃപ്തിയായി. ദൈവം പറഞ്ഞു, നീ മടങ്ങിപ്പോകാൻ പറഞ്ഞു. വീണ്ടും അവിടെ നിൽക്കപ്പുറതിയില്ല. കിച്ചൺ ക്യാബിനറ്റിൻ്റെ തീരുമാനം എബ്രഹാം നടപ്പാക്കി. ഒരു തുരുത്തി വെള്ളവും കുറച്ചപ്പവും. അന്ന് താൻ ഏകയായിരുന്നു. ഇന്ന് എനിക്ക് ഒരു മകൻ കൂടെയുണ്ട്. അങ്ങനെ ഇട്ടെറിഞ്ഞ് പാനൊക്കിയില്ല. അവൾ നടക്കുകയാണ് ഒരു കുറുങ്കാട്ടിൽ. വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ ഇനിയും ഒന്നുമില്ല. ഒരു കുറുങ്കാട്ടിൽ അതിൻ്റെ തണലിൽ ഈ കൊച്ചനെ കിടത്തുകയാണ്. അവൾ എതിർവശത്തൊരു അമ്പുപാട് ദൂരത്ത് നോക്കി ഇരിക്കുകയാണ്. നിർനിമേഷയായി, കണ്ണുകൾ ചലിക്കുന്നയില്ല, നിർനിമേഷയായി നോക്കി. എന്ത് നോക്കിയിരിക്കുന്നു? മരണം കാണാൻ. എബ്രഹാമേ, നിന്റെ മകനെ നിനക്ക് വെട്ടിക്കൊല്ലേണ്ടി വരും. ഈ നിന്റെ മകന് ആരുടെയും വെട്ടുവേണ്ട, തനിയെ ചത്തുകൊള്ളു. മേരിയും എലിസബത്തിനെയും കണ്ട പോലെ ഒന്ന് കണ്ടാൽ മതി. ചിന്തയൊക്കെ നിങ്ങൾക്ക് വിട്ടുതരാം. അവിടെയും ദൈവം തമ്പുരാൻ ടേക്സ് സുവോ മോട്ടോ ആക്ഷൻ. ഇതാ ഒരു ആട്ടിൻകുട്ടി. ഇവിടെ ആട്ടിൻകുട്ടിയല്ല ആവശ്യം. വിശന്ന് പൊരിഞ്ഞ് ജലം കിട്ടാതെ നശിക്കുന്ന, മരിക്കുന്ന എൻ്റെ മകൻ. അവിടെ വ്യക്തമായി പറയുന്ന അമ്മയുടെ നിലവിളിയല്ല. അമ്മയെ നിലവിളിച്ചു, എന്നാൽ ബാലൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു. ദൈവം വീണ്ടും തൻ്റെ ഇനിഷ്യേറ്റീവിൽ ആക്ഷൻ എടുക്കുകയാണ്. എന്തോ ആക്ഷൻ എടുത്തു? സജലങ്ങളായി കണ്ടു. നിനക്ക് കരയാനേ അറിയുള്ളൂ, നിനക്ക് വിലപിക്കാനേ അറിയുള്ളൂ. ഉദ്ധാനത്തിന് ശേഷം വിലാപത്തിൻ്റെ കാലം കഴിഞ്ഞില്ലേ? മേരി മാഗ്ദലിൻ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ചോദിക്കുന്നില്ലേ, നീ സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? നിന്റെ വിലാപകാലം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. ഇനിയും നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ മരണത്തെ ജയിച്ച ക്രിസ്തുവിന് വലിയ വിഷയമല്ല. No problems are not too difficult for the Lord of the resurrection to deal with. നീ നോക്കുക, ഒരരുവി കാണാം. അവൾക്കതിനു മുമ്പും കാണാൻ കണ്ണുകളുണ്ടായിരുന്നു. പല വിഷമങ്ങളാണ് മനസ്സിൽ. കണ്ണുകൾ സജലങ്ങളാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. മേരി മാഗ്ദലിനും യേശുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഭൂതമാണെന്ന് വിചാരിച്ചു, തോട്ടക്കാരനാണെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെ നമ്മുടെ ജോലി. നമുക്ക് കരച്ചിലേ ഉള്ളൂ. കരച്ചിൽ നിന്ന് സ്റ്റോപ്പ്
മോർണിംഗ് ആൻഡ് സീ ദ റിസൺ ലോർഡ്. മരണത്തെ ജയിച്ച കർത്താവിന് എന്നെയും നിങ്ങളെ അലട്ടുന്ന പ്രശ്നം നിസാരമാണ്. Our problems are not too difficult for the Lord of the resurrection to deal with. The risen Lord has released into this world of corruption, death and decay a force which can make all things new. ഇതാ ഒരു അരുവി. താൻ കൊണ്ടുപോയ പാത്രം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. അത് കഴിഞ്ഞ് നാം കാണുന്നില്ലേ, ദൈവം തമ്പുരാൻ തൻ്റെ മകൻ മരിക്കുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ കണ്ട കാഴ്ച വീണ്ടും നമുക്കിവിടെ കാണാം. ഇത് യേശുവിൻ്റെ ഗോൽഗോഥയല്ല. ദിസ് ഈസ് ദ ഹാഗാർസ് കാൽവറി ആൻഡ് ഗോൽഗോഥ. ഇത് അടിമ പെൺകുട്ടിയുടെ ഗോൽഗോഥയും കാൽവറിയുമാണ്. ആ ചുവട്ടിൽ യേശു കർത്താവ് മരിക്കുമ്പോൾ തന്നെ പറയുന്നു, വേദനയ്ക്കിടയിൽ പറയുന്നു, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ജീസസ് ക്രിയേറ്റഡ് എ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി അറ്റ് ദ ഫുട്ട് ഓഫ് ദ റോഡ് ബിഫോർ ഹിസ് ഡെത്ത്. സുന്ദരമായ ഒരു കമ്മ്യൂണിറ്റി. ഏകയായി മരുഭൂമിയിൽ നടന്നു, പേര് ദൈവം വിളിച്ച് തിരിച്ചയച്ചു. ഇപ്പോൾ മകനുമായി വന്നു, അവളും മരിക്കും മകനും മരിക്കും എന്ന് വിചാരിച്ചില്ല. അങ്ങനെ ദൈവം തമ്പുരാൻ നമ്മെ ഉപേക്ഷിക്കില്ല. ചെട്ടി പൊട്ടന്മാരെ ചതിക്കും, പൊട്ടികളെയും ചതിക്കും. ചെട്ടി വിചാരിക്കരുത് മിടുക്കനാണെന്ന്, നിന്നെ വിടില്ല. ദൈവത്തിൻ്റെ പിടിയിൽ നാർക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കും. ഇതാ ഒരു കമ്മ്യൂണിറ്റി. ആരൊക്കെയാണ് ഇവിടെ? ഹാഗാർ, അവളുടെ മകൻ ഇസ്മായേൽ, ആ ഇസ്മായേലിന് വേണ്ടി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മരുമകൾ. എത്ര പേര് വേണം ദൈവ സാന്നിധ്യത്തിന്? 2 3. ദൈവം തമ്പുരാൻ God protected this orphaned mother and orphaned lad. ദൈവം തമ്പുരാൻ ഈ അനാഥത്വത്തിൻ്റെ വേദന അനുഭവിക്കുന്ന അമ്മയെ, ആരുമില്ലാത്ത ഈ കൊച്ചിനെ ദൈവം തമ്പുരാൻ രക്ഷിച്ചിരിക്കുന്നു. സുന്ദരമായ ഒരു കമ്മ്യൂണിറ്റി. നീ പാരാനിൽ പാർക്കുക. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ, മകന് വേണ്ടി അനുരൂപയായ ഒരു മരുമകൾ. സുന്ദരമായൊരു കമ്മ്യൂണിറ്റി. ഞാൻ വീണ്ടും നിന്നോടുകൂടെ ഇരിക്കും. ദൈവം തമ്പുരാൻ ആരാണ്? യേശു ക്രിസ്തുവിൽ ഹി ഈസ് ദ സ്പ്രിംഗ് ഓഫ് ലൈഫ്. അവൻ ജീവൻ്റെ ഉറവിടമാണ്. ജീവദാതാവ് മാത്രമല്ല, ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ആളുകൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ജീവജലനദി ഒഴുക്കിത്തന്ന് പാനം ചെയ്യിക്കുന്നവനാണ്. ഉത്സവത്തിൻ്റെ മഹാദിനത്തിൽ യേശു നിന്നുകൊണ്ട് ദിഗന്ധങ്ങൾ മുഴുങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ദാഹിക്കുന്ന ഏവനുമേ എൻ്റെ അടുക്കൽ വരിക, കുടിക്കട്ടെ, തൃപ്തരാകട്ടെ. കരുണ നിറഞ്ഞ കണ്ണുള്ളവനവൻ തൻ ജനത്തിൽ കരച്ചിൽ കേൾക്കുന്നവനാണ്. ദൈവം കാണുന്നു, കേൾക്കുന്നു. ദൈവം നമ്മെ പോറ്റുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സഹായകനെ നമുക്ക് ഈ മീറ്റിങ്ങിൽ പരിചയപ്പെടാൻ, നമ്മുടേതാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തു പ്രയോജനമാണ്? ഹാഗാർ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങൾ ഇതാണ്. ഹാഗാറിന് ജീവിതത്തിൽ മനസ്സിലായ അനുഭവത്തിലൂടെ വലിയവനായ ദൈവത്തിൻ്റെ പ്ലാനിൽ എനിക്ക് ഒരു സ്ഥാനമുണ്ടല്ലോ. എന്തെല്ലാം പരിപാടികളുള്ള ദൈവമാണെങ്കിലും ഈ അടിമപ്പെൺകുട്ടിയായ എനിക്ക്, മിസ്രയിൽ നിന്ന് വേറൊരു ദേശത്ത് വന്ന എനിക്ക് ദൈവത്തിൻ്റെ പ്ലാനിൽ ഒരു സ്ഥാനമുണ്ടല്ലോ. She was very happy that she has a place in God's plan. 2, God promises future perspective. എന്തായി തീരാം കൊടുക്കുകയാണ്. 3, അവൾ കണ്ണു തുറന്നപ്പോൾ ജീവ ജലനദി കാണുകയാണ്. The spring of life, a reason to live, a goal to reach and promises to anticipate. ഇത് കൂടുതൽ എന്താ വേണ്ടിയത്? ബാങ്ക് ബാലൻസ് ആണോ വേണ്ടിയത്? കരകവിഞ്ഞൊഴുകിയ ഭാഗ്യനദി ഹൈത്തിയിലെയും ഈ ഇന്ത്യയിലെയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിമിഷം കൊണ്ട് അദൃശ്യയാകുകയാണ്. വരണ്ടുപോയി, വരണ്ടുപോയി, വസുധയിലെങ്ങോ മറഞ്ഞുപോയി. സ്വപ്നങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ ഹാഗാറിനെയും ഇസ്മായേലിനെയും പോറ്റുന്ന ഏലിയാവിൻ്റെ ദൈവം വീണ്ടും നമ്മോട് പറയുന്നു, നിന്റെ സ്വപ്നം വല്ലവരും അപഹരിച്ചു കാണാം. നിന്റെ സ്വപ്നത്തിൽ ഈരൽ കടത്തി വിടുന്നവർ കാണാം. വിഷമിക്കരുത്. ജീവിതം ഇനി ബാക്കിയുണ്ട് മകനെ. നിന്റെ തകർന്ന ജീവിതത്തിൽ
പുതിയ ആരംഭം ഞാനിടും. നമുക്ക് സാധിക്കണം. നമുക്ക് യേശുവിനോട് പറയണം, എൻ്റെ ഈ ജീവിതത്തിൻ്റെ രംഗം വളരെ വിമുഖമാണ്, നീ ഒരു പ്രകാശമായി വരണം. യേശുരാജാ, യേശുരാജാ, വെളിച്ചമായി വരൂ വിമുഖമേ വേദി. ഹാഗാറും മകനും അവർ പോയതായ പാത, കുറുങ്കാട്ടിലെ തണൽ കിടന്ന രംഗം, ഒരമ്പെയ്ത ദൂരത്തിൽ, ഒരമ്പിൻ്റെ അതിലുള്ള ദൂരത്തിലിരുന്ന് നിർനിമേഷയായി മകൻ്റെ മരണം കാണാൻ നോക്കിയിരിക്കുന്ന രംഗം. ആ രംഗത്തിലേക്ക് യേശുരാജ നീ വെളിച്ചമായി വന്നാൽ. വെളിച്ചം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഈ കുട്ടിക്കിപ്പോൾ വെളിച്ചമല്ല, അവന് ജീവജലമാണ് വേണ്ടത്. നീ നോക്കൂ ഉറവ. നമ്മളുടെ കരച്ചിലിനിടയിൽ ദൈവം ഒരുക്കുന്ന കാഴ്ചകളെയും വാഗ്ദാനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കാതെ പോകും. യേശു കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ഇന്നലെ ബിഷപ്പ് പറഞ്ഞ ശരിയാണ്. യേശു ദുഃഖിക്കുന്നിടത്ത് നമുക്ക് ദുഃഖമൊന്നുമില്ല. യേശു സന്തോഷിക്കുന്നിടത്ത് നമുക്ക് പ്രമോദമില്ല. ഏതായാലും ക്രൂശിങ്കിലേക്ക് നോക്കിയാൽ ഹാഗാറിന് മാത്രമല്ല, ഇഷ്മായേലിന് മാത്രമല്ല, നമുക്ക് വാട്ട് ഈസ് ദ ട്രാക്ക് റെക്കോർഡ് ഓഫ് ക്രിസ്ത്യൻസ് ഇൻ വിറ്റ്നസ് ആൻഡ് മിഷൻ. വിശ്വാസിയുടെ പിതാവായ എബ്രഹാമിൻ്റെ വീട്ടിലാണിത് നടന്നത്. നമുക്കെപ്പോഴും നമ്മൾ പറയും, 2000 വർഷത്തെ ഞാനും എബ്രഹാമിൻ്റെ മകൻ, ഒരു പുതിയ ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. പറയട്ടെ, പെട്ടെന്ന്, മിനിറ്റ് മതി. കൂനിയായ സ്ത്രീയോട് പറഞ്ഞു, നീയും അബ്രഹാമിൻ്റെ മകളാണ്. സക്കായോട് പറഞ്ഞു, നീയും അബ്രഹാമിൻ്റെ മകനാണ്. ഇനിയും കേട്ടോണം. ഒരു ധനവാന്റെ ഗേറ്റിൽ കിടന്ന ലാസർ, ദൈവം തമ്പുരാൻ, ഗോഡ് ടേക്സ് സോ മോട്ടോ ആക്ഷൻ. ദൈവത്തിന് അറിവ് കിട്ടി, ഇതാ ഒരു ദരിദ്രൻ മരിച്ച് അടക്കാൻ ആളില്ല. ഗോഡ് സെൻഡ് ഏഞ്ചൽസ്, ദൈവദൂതന്മാർ അവനെ അടക്കിയെന്ന് വായിക്കുന്നില്ലേ? ദൈവം നോക്കി നിൽക്കുന്നവനല്ല, ദൈവത്തിന് പെട്ടെന്നാണ് ആക്ഷൻ. എന്നിട്ട് അബ്രഹാമിന് ചെറിയൊരു ഷോക്കായി കാണും. ഈ വ്രണം പിടിച്ചവനെ നിന്റെ ഹൃദയത്തോട് നീ ചേർത്ത് പിടിക്കണം, നിന്റെ മടിയിൽ വയ്ക്കൂ. ധനവാൻ നോക്കിയപ്പോൾ കണ്ടതാണ്, നരകത്ത് യാതന കിടക്കുന്ന ധനവാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ചിത്രം. നീയും അബ്രഹാമിൻ്റെ മകനാണ്. യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെ പുതിയൊരു അവകാശത്തിലേക്ക്, പദവിയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഈ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വചന കേൾവി യേശു കർത്താവ് നമ്മോട് ഈ നട്ടുച്ചയ്ക്ക് പറയുന്നു, എല്ലാ ദുഃഖവും എനിക്കു തരൂ, നീ ജീവിക്കൂ സ്വസ്ഥമായി. എല്ലാ ദുഃഖവും എനിക്കു തരൂ, നീ ജീവിക്കൂ സ്വസ്ഥമായി. യോഗം അനുഗ്രഹപ്രദമായി തീരുവാൻ്റെ കോണ് സഹകരിച്ച എല്ലാവരോടുമുള്ള അഗൈരവമായുള്ള നന്ദി ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. ക്രമപരിപാലനത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മളുടെ വോളണ്ടിയേഴ്സ് നൽകിയതായിട്ടുള്ള ശുശ്രൂഷകൾക്ക് നന്ദി, ഗായക സംഘത്തിന് നന്ദി. പ്രാർത്ഥനയ്ക്കായി തരളെ വണക്കാം. സൃഷ്ടിയുടെ ഹൃദയടിപ്പുകളെ കണ്ട് സ്വർഗോന്നതി ചായച്ച് താഴെ ഭൂമിയിൽ, മരുഭൂമിയിൽ മനുഷ്യൻ്റെ ഇടയിലേക്ക് താണിറങ്ങി വരുന്ന ദൈവമേ, അവിടുന്ന് ഹാഗാറിൻ്റെ നിലവിളി കേട്ടു, ബാലൻ്റെ നിലവിളി കേട്ടു. ഹാഗാറിനും ബാലനും സമീപസ്ഥനായതുപോലെ നീ ഞങ്ങൾക്കും സമീപസ്ഥനാകുന്നു. അബ്രഹാമിൻ്റെ മാർവിൽ തലചായ്പാൻ ലാസറിന് പദവി നൽകിയതായിട്ടുള്ള ദൈവമേ, അവിടുത്തെ മാർവിൽ തലകളെ ചായച്ച് നീ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ നിൻ്റേത് എന്ന് പറയുവാൻ എപ്പോഴും ഇടയാക്കണമേ. ആ ദൈവം ഞങ്ങൾക്ക് സമീപസ്ഥനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അർത്ഥസമ്പൂർണമായുള്ള ജീവിതം ഈ ലോകത്തിൽ നയിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവസൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി
കാൽവറിയിൽ പരമയാഗമായി തീരുവാൻ ഏകജാതനായ പുത്രനെ നൽകിയ ദൈവമേ, അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ അറിയുമ്പോൾ ആ സുവിശേഷമായി ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാം പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച തിരുമേനിക്കായ സ്തോത്രം. കേട്ട ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ വാഴ്ത്തണമേ, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയരുടെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ.